അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് നമ്മൾ ആ പരാതി പഠിക്കങ്ങ് കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചോക്കാം. അപ്പോൾ തിന്നിട്ട് അഭിപ്രായം പറ സൗദ. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ വോയിസ് ഇത്തിരി ശക്തി കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു പരാതിപ്പെട്ടിയുണ്ട്. നമ്മളിവിടെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറയാൻ തുടങ്ങും, എൻ്റെ ഉമ്മ തീരെ നോക്കുന്നില്ല, എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തരുന്നില്ല, ഇങ്ങനെ പല പരാതികളും. അങ്ങനെ ഇന്നലത്തെ പരാതിയുള്ള മെയിൻ കാരണം ഇതായിരുന്നു, ഈ ഉണ്ണിയപ്പം. അതായത് അവളുടെ ഭാഷയിൽ ചുട്ടപ്പം. ഈ ചുട്ടപ്പം എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നത്, അതും എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്നില്ല, അങ്ങനെ പലതും. അപ്പോൾ പിന്നെ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ അവളെ ചുട്ടപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ചുട്ടപ്പം നിരീക്ഷണത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അവസാനം ഒരു റെസിപ്പി കണ്ടുപിടിച്ച് ആ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കുമ്പോൾ കട്ട ഫ്ലോപ്പായിരുന്നു, ഏകദേശം കല്ല് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ മാവിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള വെച്ച് ഉണ്ടാക്കി നോക്കുമ്പോൾ ഏകദേശം ഓക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, അതിൽ നന്ന ഫ്ലോപ്പായി എന്നൊന്നുമില്ല, തിന്നാൻ പറ്റുന്ന വിധത്തിൽ ഇച്ചിരി ഹാർഡ് തന്നെ. അപ്പോൾ പിന്നെ ഇനി നമുക്കിങ്ങനെ ഉണ്ടാക്കി ഇത് പെർഫെക്റ്റ് ആക്കണം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.